BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. സംസ്ഥാനത്ത് കാലവർഷത്തിൽ ഇത്തവണ 35% കുറവ് രേഖപ്പെടുത്തിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ജൂൺ 4 മുതൽ കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കുകൾ പ്രകാരമാണിത്. എൽനീനോ പ്രതിഭാസമാണ് ഈ മഴക്കുറവിന് കാരണമെന്ന് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല റഡാർ ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ എസ് അഭിലാഷ് വ്യക്തമാക്കുന്നു. ശാന്തസമുദ്രത്തിലെ ഉപരിതല താപനില അസാധാരണമായി ഉയരുന്ന എൽനീനോ പ്രതിഭാസം ഇന്ത്യയിലെ കാലവർഷക്കാറ്റിന്റെ ശക്തി കുറക്കുകയാണ്. ഇത് 12 മുതൽ 15 മാസം വരെ നീണ്ടു നിൽക്കാൻ സാധ്യതയുമുണ്ട്. കഴിഞ്ഞ 15 വർഷമായി സംസ്ഥാനത്ത് മഴക്കുറവ് വർദ്ധിച്ചു വരുന്ന പ്രവണതയാണുള്ളത്. 2025-ൽ 8% ഇതേ കാലയളവിലെ കുറവെങ്കിൽ 2024-ൽ അത് 37%, 2023-ൽ 66%, 2021-ൽ 54%, 2020-ൽ 17%. നിലവിൽ രാജ്യത്താകെ 41% മഴക്കുറവാണ് അനുഭവപ്പെടുന്നത്. സംസ്ഥാനത്തെ 44 നദികളെയും ഈ പ്രതിസന്ധി ബാധിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുകയാണെങ്കിൽ ഈ മാസം അവസാനത്തോടെ മഴ ലഭിക്കാൻ സാധ്യതയുമുണ്ട്. ജില്ലാടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ വയനാട് 65%, ഇടുക്കി 53%, കാസർഗോഡ് 41%, കണ്ണൂരിൽ 41%, പാലക്കാട് 37%, കൊല്ലത്ത് 36%, തൃശൂരിൽ 33%, ആലപ്പുഴയിൽ 33%, എറണാകുളത്ത് 29%, കോഴിക്കോട് 25%, മലപ്പുറത്ത് 20%, കോട്ടയം 20%, പത്തനംതിട്ട 18% എന്നിവനെയാണ് മഴക്കുറവ്. തിരുവനന്തപുരത്ത് നിലവിൽ സാധാരണ തോതിലുള്ള മഴ ലഭിച്ചിട്ടുമുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണത്തിനായി കുസാറ്റിൽ പ്രവർത്തിക്കുന്ന അത്യാധുനിക റഡാർ സംവിധാനം കാലാവസ്ഥാ പഠനത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. 2016-ൽ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ സഹായത്തോടെ തുടങ്ങിയ ഈ കേന്ദ്രത്തിന് 20 കിലോമീറ്റർ ഉയരം വരെയുള്ള വായു പ്രവാഹങ്ങളും മേഘങ്ങളുടെ ഘടനയും നിരീക്ഷിക്കാൻ കഴിവുണ്ട്. ദക്ഷിണേന്ത്യയിൽ ഒരു ക്യാമ്പസിൽ ഇത്തരം റഡാർ ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് കുസാറ്റിലാണ്. അതേസമയം കേരളത്തിൽ മഴ വീണ്ടും ശക്തമാകുമെന്നാണ് പറയുന്നത്. നാളെ മുതൽ സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. 5 ജില്ലകളിൽ പ്രത്യേക മഴ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മഴയുടെ തീവ്രത വർദ്ധിക്കുമെന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. നാളെ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും മറ്റന്നാൾ മുതൽ വടക്കൻ കേരളത്തിൽ മഴയുടെ അളവ് കൂടാനും അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് വിലയിരുത്തുന്നു. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.